പ്രായഭേദമന്യേ ഏവരെ ഒരുപോലെ ആകർഷിക്കുന്ന ഒന്നാണ് മിനിയേച്ചർ കാറുകൾ. ഈ മിനിയേച്ചർ കാറുകൾ വിപണന രംഗത്ത് വിപ്ലവം സൃഷ്ടിക്കുന്ന ഒരു ബ്രാൻഡ്. നമ്മൾ അതിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. ഹോട്ട് വീൽസ്. 1945 എലിയോട്ട് ഹാൻഡ്ലറും അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള റൂത്ത് ഹാൻഡ്ലറും സുഹൃത്തായിട്ടുള്ള ഹാരോൺ മാറ്റ്സനും ചേർന്ന് ഒരു കമ്പനി രൂപീകരിച്ചു. അതാണ് മാറ്റൽ. ഈ കമ്പനിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് കുട്ടികൾ കളിക്കാനായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുക എന്നുള്ളതായിരുന്നു. അവർ ഇതിനായിട്ട് കുറെ കാര്യങ്ങൾ കൊണ്ടുവന്നു. എങ്കിലും അതൊന്നും പ്രതീക്ഷ രീതിയിൽ ക്ലച്ച് പിടിച്ചിരുന്നില്ല. നമ്മുടെ ആദ്യ ശ്രമങ്ങൾ അങ്ങനെ പലപ്പോഴും വിജയകരമാണെന്നില്ല. അതുപോലെ തന്നെയാണ് ഈ കമ്പനിക്ക് സംഭവിച്ചത്. അവരുടെ ആദ്യത്തെ പരിശ്രമങ്ങളൊന്നും യാതൊരു വിധത്തിലുള്ള മെച്ചവും ആ കമ്പനിക്ക് ഉണ്ടായി കൊടുത്തില്ല. എന്നാൽ ഈ കമ്പനി ജനശ്രദ്ധ പിടിച്ചു പറ്റുന്നത് 1959 റൂത്ത് ഹാൻഡ്ലർ ബാർബി ഡോൾ ക്രിയേറ്റ് ചെയ്തപ്പോഴാണ്. അതായത് മാറ്റിലാണ് ബാർബിയുടെ ഉടമസ്ഥ. അങ്ങനെ ബാർബി ഡോൾ ലോക ശ്രദ്ധ നേടുകയും മാറ്റിൽ എന്ന കമ്പനി പ്രശസ്തമാവുകയും ചെയ്തു. കോടിക്കണക്കിന് പ്രോഫിറ്റ് ഉണ്ടാവുകയും ചെയ്തു ഇതുവഴി. അങ്ങനെ കുറെ വർഷങ്ങൾ കഴിഞ്ഞ് 1968 ആയപ്പോൾ നമ്മുടെ എലിയോട്ട് ഹാൻഡ്ലർക്ക് ഒരു ആഗ്രഹം, പെൺകുട്ടികൾക്ക് വേണ്ടി ബാർബി ഡോൾ ഉണ്ട്, അപ്പോൾ നമ്മൾ ആൺകുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ട് ചെയ്തേ മതിയാകും. അപ്പോഴാണ് ചെറിയ ടോയ് കാറുകൾ ഉണ്ടാക്കിയാലോ എന്നൊരു ആശയം അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് എത്തുന്നത്. അതുവരെ ലോകത്ത് ആകമാനം പ്രസിദ്ധമായി നിന്നിരുന്നത് മാച്ച് ബോക്സ് ടോയ് കാർ കമ്പനിയായിരുന്നു. അവരുടെ മിനിയേച്ചർ കാറുകളായിരുന്നു ഏവർക്കും പ്രിയങ്കരം. അവർ ചെറിയൊരു തീപ്പെട്ടിക്കൂടിന്റെ അത്രയുമുള്ള ഒരു ബോക്സിനകത്തായിരുന്നു ആദ്യകാല മിനിയേച്ചർ കാറുകൾ ഇറക്കിയിരുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കിയ എലിയോട്ട് ഹാൻഡ്ലർ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ചുകൂടി സ്റ്റൈലിഷ് ആക്കി ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് എന്തുകൊണ്ട് ഒരു ടോയ് കാർ കമ്പനി മേക്ക് ചെയ്തുകൂടാ എന്ന് അദ്ദേഹം ചിന്തിച്ചു. അങ്ങനെയാണ് ഹോട്ട് വീൽസ് എന്ന കമ്പനി മാറ്റിൽ എന്ന കമ്പനിക്ക് കീഴിൽ 1968 കൊണ്ടുവരുന്നത്. മറ്റുള്ള കമ്പനികളെയും മാച്ച് ബോക്സ് യൂണിറ്റിനെയും മറികടക്കാൻ ഹോട്ട് വീൽസിനെ സഹായിച്ചത് അതിന്റെ ആദ്യകാലത്തെ പാക്കിംഗ് കവറുകളുടെ യൂണിക്നെസ് തന്നെയാണ്. നേരത്തെ പറഞ്ഞ പോലെ മാച്ച് ബോക്സ് കമ്പനി തീപ്പെട്ടിക്കൂട് പോലെ ഒന്നിലാണ് കാറുകൾ ഇറക്കിക്കൊണ്ടിരുന്നത്. പുറത്തുനിന്നും ഒരാൾക്ക് ഉള്ളിൽ എന്താണ് എന്ന് കാണാൻ കഴിയില്ലായിരുന്നു. പക്ഷേ ഹോട്ട് വീൽസ് കാർ ഇറക്കിയപ്പോഴത്തേക്ക് നമ്മുടെ എലിയോട്ട് ഹാൻഡ്ലർ അതിന്റെ പാക്കിങ്ങിൽ കുറച്ചും കൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. പുറത്തുനിന്ന് ഒരാൾ നോക്കുമ്പോഴത്തേക്ക് ആ പാക്കിങ്ങിൽ ഏത് കാറാണ്, ഏത് നിറമാണ്, എത്ര സ്റ്റൈലിഷ് ആയിട്ടാണ് ആ കാർ മേക്ക് ചെയ്തിരിക്കുന്നത്, അതിന്റെ ടയറുകളുടെ വലിപ്പം, ഇതെല്ലാം വ്യക്തമായിട്ട് കാണുന്ന രീതിയിലായിരുന്നു അതിന്റെ പാക്കിംഗ് എന്ന് പറയുന്നത്. ഇതെപ്പോഴും കൂടുതൽ ജനശ്രദ്ധ പിടിച്ചു വരുന്നതാണ്. കുട്ടികളൊക്കെ ഈ കളിപ്പാട്ടം ടോയ്സ് ഒക്കെ മേടിക്കാനായിട്ട് കടകളിലേക്ക് ചെല്ലുമ്പോഴേക്കും നമ്മുടെ ഈ ഹോട്ട് വീൽസിന്റെ കാറിനെ കാണുകയും അതിന്റെ പാക്കിംഗ് പുറത്തുനിന്ന് കാണാൻ സാധിക്കുമല്ലോ. കുട്ടികൾ ഭയങ്കര ക്രേസ് ഉണ്ടാവുകയും പേരൻസിനോട് പറഞ്ഞ് അത് മേടിച്ചെടുക്കാനുള്ള തുറയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യും. അങ്ങനെ ഇത് കുട്ടികൾക്കിടയിലും മുതിർന്നവർക്കിടയിലും ഫേമസ് ആവുന്നത്. അങ്ങനെ 1968 മുതൽ ഈ 2025 വരെ ലോകത്തവർ കാറുകൾ ഇറക്കിക്കൊണ്ടേയിരിക്കും. എല്ലാ മനുഷ്യരിലും ഉള്ളിലും ചൈൽഡിനെ അവർ ഉണർത്തുന്നു എന്നാണ് പറയുന്നത്. അതായത് പ്രായവ്യത്യാസമൊന്നുമില്ല. അങ്ങനെ 1990കളിൽ മാറ്റിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് അവർ ലോസ് ആഞ്ചലസിൽ നിന്നും കാലിഫോർണിയയിലേക്ക് മാറ്റുന്നു. അങ്ങനെ 1997 ആയപ്പോൾ തങ്ങളുടെ ഏറ്റവും വലിയ കോമ്പറ്റീറ്റീവ് ആയിരുന്ന മാച്ച് ബോക്സ് എന്ന കമ്പനിയെ മാറ്റിൽ മേടിക്കുകയാണ്. ഇന്ന് മാച്ച് ബോക്സ് കാറുകളും ഹോട്ട് വീൽസ് കാറുകളും മാറ്റിൽ എന്ന കമ്പനിക്ക് കീഴിലാണ് പ്രവർത്തിക്കുന്നത്. എന്നെ അത്ഭുതപ്പെടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ലോകത്ത് ആൺകുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഹോട്ട് വീൽസ് എന്ന ബ്രാൻഡും അതേപോലെ തന്നെ പെൺകുട്ടികൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ബാർബി ഡോൾ ഇറക്കിയിട്ടുള്ളത് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫും ചേർന്നിട്ടല്ല. അപ്പോൾ അത് എത്രത്തോളം വലിയ സംഭവമാണെന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെ 2018 ഹോട്ട് വീൽസ് അവരുടെ 50 വർഷം ആഘോഷിച്ചു. ഈ 50 വർഷത്തിനിടയ്ക്ക് കുട്ടികൾ മുതൽ ഏറ്റവും മുതിർന്നവരുടെ ഇടയ്ക്ക് വരെ കൊടുത്തിരിക്കുന്ന സന്തോഷം എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഭയങ്കര വലിയ ഫാൻ ബേസ് ആണ് ആ സമയത്തിനുള്ളിൽ അവർ ലോകം മൊത്തം ക്രിയേറ്റ് ചെയ്തെടുത്തു. അങ്ങനെ 2020 ഹോട്ട് വീൽസ് അവരുടെ 8 ബില്യൺ ഡൈകാസ്റ്റ് വെഹിക്കിൾ പുറത്തിറക്കി. 2020 അവരുടെ മൈൽ സ്റ്റോൺ ആയിട്ടുള്ള ആനുവൽ റവന്യൂ $1 ബില്യൺ അടിക്കുകയാണ് ചെയ്തത്. ഇന്ന് ലോകത്ത് ഒരു സെക്കൻഡിൽ 16 ഹോട്ട് വീൽസ് കാറുകൾ വിൽക്കപ്പെടുന്നു എന്നാണ് കണക്കുകൾ കാണിക്കുന്നത്. അപ്പോൾ അത്രത്തോളം ജനശ്രദ്ധ പിടിച്ചു വരിട്ടുണ്ട്. ആളുകളുടെ ഇടയിൽ ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഹോട്ട് വീൽസ് എന്ന ബ്രാൻഡ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ കമന്റുകളായി രേഖപ്പെടുത്തുക. ഇതുപോലുള്ള കണ്ടന്റുകളായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ നമ്മൾ വരുന്നവരെ ബൈ.